തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ സുഹൃത്ത് അറസ്റ്റിൽ. പൂജപ്പുര പോലീസിന്റെ നടപടി പോക്സോ വകുപ്പ് കൂടി ചുമത്തിയാണ്. നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. വീഡിയോ എടുക്കുന്നില്ല, പിണങ്ങി എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. അവൻ കാരണം തന്നെ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പെൺകുട്ടിക്കും വരാൻ പാടില്ല. അതിന് എൻ്റെ മോളെ എനിക്കിന്ന് തിരിച്ചു കിട്ടൂലല്ലോ, മോള് മരിച്ച്. ഇനി ഇതുപോലെ ഒരു കുടുംബത്തിലും ഒരു പെൺകുട്ടികൾക്ക് ഞാനൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അവരന്വേഷിക്കുക എന്താണെന്നുള്ളത് അതിൻ്റെ അത് പോലീസ് കണ്ടുപിടിക്കുക. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇക്കാര്യത്തിൽ ഇന്ന് പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കുട്ടിയുടെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് മുതൽ ആദ്യം മുതൽ തന്നെ ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിന് നേരെയായിരുന്നു ആരോപണങ്ങൾ അത്രയും. ഈ കുടുംബവും സുഹൃത്തുക്കളടക്കം ഉള്ളവർ ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയുടെ ഇടപെടൽ ഈ മരണത്തിന് കാരണമായി എന്നായിരുന്നു ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയും പൂജപ്പുര പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാവിലെ 11 മണി മുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനുശേഷം ഈ വീട്ടുകാർ ഈ പരാതി നൽകി പോലീസിൽ പരാതി കൂടി നൽകിയതോടെയാണ് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് സൈബർ ആക്രമണമല്ല മകളുടെ മരണകാരണം, ഈ ബിനോയിയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തണം. മാത്രമല്ല, ഈ പെൺകുട്ടിയും ഈ ബിനോയും തമ്മിൽ മാസങ്ങളുടെ അടുപ്പമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അവർ ഒരുമിച്ച് ഒരുപാട് വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബന്ധം അവസാനിച്ചതോടെ മാനസികമായി ബിനോയ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എങ്കിൽ അത് ഏത് തരത്തിലായിരുന്നു ആ പീഡനമെന്നും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ്. ആത്മഹത്യാ പ്രേരണ, പോക്സോ. ഈ പെൺകുട്ടി മൈനർ ആയതുകൊണ്ടാണ് പോക്സോ വകുപ്പ് കൂടി പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനി ഏത് തരത്തിലാണ് ഈ പീഡനമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ ബിനോയുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് ആ പരിശോധന അടക്കം നാളെ നടക്കും. മാത്രമല്ല, ബിനോയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തിയേക്കും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് സ്വദേശി ബിനോയിയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബമാണ് ഇക്കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്കൊപ്പം കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്.